ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണാനിടയത്. എന്തോ ഒരു പ്രത്യേകത വേറൊന്നുമല്ല. നമ്മൾ ഈ കവിതകളും പാട്ടുകളൊക്കെ ഇല്ലേ, ഇങ്ങനെ മുദ്രകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ നൃത്താവിഷ്കാരം കാണുന്നവരാണ്. ഒത്തിരി ഡാൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് മുദ്രകൾ ഉപയോഗിച്ച്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സംഭാഷണം ഈ രീതിയിൽ പലതരം മുദ്രകളിലൂടെ നൃത്ത ആവിഷ്കാരം നടത്തിയ ഈ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വീഡിയോ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടാവും. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് ഒരു യാത്രയുണ്ട്. പരിഭവങ്ങളും സങ്കടങ്ങളും പരാതികളൊക്കെ ആയിട്ട് നടന്ന് ആ ശ്രീലകത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് എത്തുമ്പോ ഭഗവാനെങ്ങനെ കാണാം. ശംഖും ചക്രവും ഗതയും പങ്കജവുമായിട്ട് ചക്രവർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം അതങ്ങോട്ട് കാണുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകും, തൊണ്ടയിടറും, എല്ലാം മറന്നു പോവും. പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ. ഗുരുവായൂരപ്പാന്നൊരു വിളിയുണ്ട്. ആ സമയത്ത് ശ്രീലകത്തുനിന്നൊരു നോട്ടമുണ്ട്. കാരുണ്യത്തിന്റെ കടലായ കണ്ണന്റെ നോട്ടം. ഞാൻ ഇല്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണനെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുമ്പോഴേക്കും ദ്വാരപാലകർ നമ്മളെ നിൽക്കിണ്ടാവും. പക്ഷെ ആ കാരുണ്യം നിറഞ്ഞൊരു നോട്ടല്ലേ, അത് മതി നമ്മളെ പരമാനന്ദത്തിൽ ആറാടിക്കാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് മനോഹരമായിട്ട് ആ കുഞ്ഞ് ചെയ്തിരിക്കുന്നല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപേണ ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.